ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പിയാഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ക്ലാസ് 5-ന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട് അല്ലേ, ഒരുപാട് ഒളിമ്പിയാഡ്സ് ഒക്കെ വരുന്നുണ്ട്. അതിന് എല്ലാത്തിനും നമുക്ക് പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് SOFന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യം ചെയ്ത് നമുക്ക് തുടങ്ങാം. SOFന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ SOFൽ വരുന്നത് കുറച്ച് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ്, കുറച്ച് അച്ചീവ് സെഷൻസ്, കുറച്ച് സയൻസ് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം, നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ്, സോഷ്യൽ സയൻസ് ഒക്കെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സയൻസ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത്, ഇഫ് യുവർ ഡയറ്റ് ഈസ് ഡെഫിഷ്യൻസി ഇൻ സിട്രസ് ഫ്രൂട്ട് ദെൻ യു ആർ സപ്പോസ് ടു സഫർ ഫ്രം. അതായത് നമ്മളെ ഡയറ്റിൽ എന്താണ് സിട്രസ് ഫ്രൂട്ടിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലെങ്കിൽ ഏത് ഡെഫിഷ്യൻസി ഡിസീസ് ആണ് നമുക്ക് ഉണ്ടാവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, ഓരോ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് റിക്കറ്റ്സ് തന്നിട്ടുണ്ട്, ബെറിബെറി തന്നിട്ടുണ്ട്, സ്കേവി തന്നിട്ടുണ്ട്, നൈറ്റ് ബ്ലൈൻഡ്നസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് റിക്കറ്റ്സ് നമുക്കറിയാം, എന്താണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്ത് നമുക്ക് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ബെറിബെറി നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ബിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് ബെറിബെറി. ഇനി നമ്മൾ സ്കേവി നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ആണ് സ്കേവി എന്ന് പറയുന്നത്. ഇനി നൈറ്റ് ബ്ലൈൻഡ്നസ് നോക്കുകയാണെങ്കിൽ എന്താണ് വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി ആണ് നമുക്കറിയാം. വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നസ്. അപ്പൊ നമ്മളെ ഡയറ്റിൽ ഡെഫിഷ്യന്റ് ആണ് എന്ത് സിട്രസ് ഫ്രൂട്ട്സ് ഡെഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞു. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിട്രസ് ഫ്രൂട്ടിൽ നമുക്കറിയാം എന്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, നമ്മൾ കാണുന്നത് എന്താണ് വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്ന ആ ആസിഡ് ആണല്ലേ, അസ്കോർബിക് ആസിഡ് അഥവാ നമ്മൾ വൈറ്റമിൻ സി എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പം നമ്മളെ സിട്രസ് ഫ്രൂട്ടിന്റെ ഡെഫിഷ്യൻസി, അതായത് നമ്മൾ ഡയറ്റിൽ സിട്രസ് ഫ്രൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ഡെഫിഷ്യൻസി ആയിരിക്കും ഉണ്ടാവുക, വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഏതാണ് വരാൻ സാധ്യത ഉള്ളത്, സ്കേവിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും എന്താ ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഡാഷ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അത് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് മെറ്റൽസ് തന്നിട്ടുണ്ട്, റബ്ബർ തന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് തന്നിട്ടുണ്ട്, ഓൾ ഓഫ് ദീസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഫ്രീ ചാർജ് കാരിയർ, അതായത് കാരിയർ അയോൺസ് വേണം. അവർക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യണമെങ്കിൽ എന്താണ് കാരിയർ അയോൺസ് വേണം. അപ്പൊ കാരിയർ അയോൺസ് വേണമെങ്കിൽ എന്താണ് ഒരു കണ്ടക്ടർ ആവണം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് നല്ല ഗുഡ് കണ്ടക്ടർ ആയിട്ടുള്ളത് നോക്കാം. റബ്ബർ എന്താണ്, റബ്ബർ ഈസ് എ ബാഡ് കണ്ടക്ടർ. റബ്ബർ ബാഡ് കണ്ടക്ടർ അല്ലെങ്കിൽ പോർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇനി പ്ലാസ്റ്റിക് നോക്കുകയാണെങ്കിലോ, പ്ലാസ്റ്റിക് ഈസ് ഓൾസോ എ ബാഡ് കണ്ടക്ടർ. പ്ലാസ്റ്റിക് എന്താണ് ഇലക്ട്രിസിറ്റിയുടെ ബാഡ് കണ്ടക്ടർ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ തന്നിട്ടുള്ള ഈ മെറ്റൽ മാത്രമാണ് എന്ത് ഫ്രീ ചാർജ് അയൺ കാരിയേഴ്സ് ഉള്ള മെറ്റലിൽ മാത്രമാണ് എന്ത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ട്, നമ്മൾ ജോഗ്രഫി, അതായത് നമ്മളെ ഇന്ത്യനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ആ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ SOFൽ വരും കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ദി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ, അതായത് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഗേറ്റ് വേ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക ഇന്ത്യ ഗേറ്റ് ആയിരിക്കും. ഇന്ത്യ ഗേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ എ ആണ് എന്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, അവർക്ക് അറിയാം നമ്മൾ തെറ്റിക്കുന്നത്, അതുകൊണ്ടാണ് എന്ത് അവർ ന്യൂഡൽഹി അടുത്ത ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് തെറ്റിക്കരുത്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സിറ്റി ചെയ്തിരിക്കുന്നത് മുംബൈയിലും അതേപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് ആണ് എന്ത് ന്യൂഡൽഹിയിൽ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സ്. അതായത് ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സിൽ ഉള്ള ഏതൊക്കെ ഓപ്ഷൻസ് വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സ്, അതായത് ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ലിവേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ലിവേഴ്സിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സിൽ നോക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് എഫേർട്ട് എവിടെയാണ്, എഫേർട്ട് ഒരു സൈഡിലും ഉണ്ടാവും, ലോഡ് ഒരു സൈഡിലും, അതിന്റെ മിഡിൽ ആയിട്ട് അതിന്റെ സ്റ്റേഷനറി പാർട്ടായിട്ടുള്ള ഫൾക്രം ഉണ്ടെങ്കിൽ അതായിരിക്കും എന്ത് ഫസ്റ്റ് ക്ലാസ്. അതിന് എക്സാമ്പിൾ ആണ് എന്ത് നമ്മളിവിടെ ഉള്ള കത്രികയ്ക്ക് എന്താണ് അതിന്റെ എക്സാമ്പിൾ ആണ്. ഇനി സെക്കൻഡ് ക്ലാസ് ലിവറിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഫൾക്രം, അതിന്റെ സ്റ്റേഷനറി പാർട്ട് എന്താണ് ഒരു സൈഡിലായിരിക്കും, അല്ലെങ്കിൽ മൂവിങ് ആയിട്ടുള്ള സ്റ്റേഷനറി പാർട്ട് എന്തായിരിക്കും ഒരു സൈഡിലായിരിക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചർ എന്തായിരിക്കും അതിന്റെ ഏറ്റവും തറ്റത്തായിരിക്കും അല്ലെ, ഫൾക്രം ഇവിടെ ആയിരിക്കും. ഇനി നോക്കുകയാണെങ്കിൽ എന്താണ് എഫേർട്ട് കൊടുക്കുന്നത് ഏറ്റവും തറ്റത്ത്, ഇൻ മിഡിൽ ആയിട്ട് എന്തായിരിക്കും നമ്മുടെ ലോഡ് വെയിറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റ് കിട്ടുന്ന സ്ഥലം
ആ എഫക്റ്റ് കിട്ടുന്ന സ്ഥലം എന്തായിരിക്കും? മിഡിലായിരിക്കും, അല്ലെങ്കിൽ ലോഡ് എന്തായിരിക്കും? മിഡിലായിരിക്കും. ഇനി തേർഡ് ക്ലാസ് ലിവറിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? തേർഡ് ക്ലാസ് ലിവറിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൾക്രം ഏറ്റവും തറ്റത്ത് തന്നെയാണ്. ഫൾക്രം എന്താണ്? ഏറ്റവും തറ്റത്ത് തന്നെയാണ്. എഫേർട്ട് എന്താണ്? എഫേർട്ട് നമ്മൾ സെൻട്രലാണ് എന്ത് എഫേർട്ട് കൊടുക്കുന്നത്. ഇനി ലോഡ് എന്താണ്? ലോഡ് നമ്മൾ വെയിറ്റ് വരുന്നത് എവിടാണ്? ലോഡ് വരുന്നത് ഇവിടെ ഏറ്റവും ഏറ്റവും ഈ ഒരു സൈഡിലായിട്ട്, റൈറ്റ് സൈഡിലായിട്ടാണ് എന്ത് വരുന്നത്. തേർഡ് ക്ലാസ് ലിവറും സെക്കൻഡ് ക്ലാസ് ലിവറും ഫസ്റ്റ് ക്ലാസ് ലിവറിൻ്റെ എക്സാമ്പിൾസ് ഓരോന്നാണ് തന്നിട്ടുള്ളത്. കത്രിക തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബാരൽ തന്നിട്ടുണ്ട്, അതായത് നമ്മൾ ബാരൻ വീല് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഗാർഡൻസിൽ ചെയ്യുന്ന അതേ ടൈപ്പ് മണ്ണ് കോരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് എന്താണ്? കത്രിക തന്നിട്ടുണ്ട്, പ്ലെയർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ് നമുക്ക് ബാരൻ വീല് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് അതുപോലെ തന്നെ നമ്മൾ ഡെന്റിസ്റ്റുകളും അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്ലക്കേഴ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലത്ത് ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സിന്റെ ഏറ്റവും സെൻട്രലായിരിക്കണം അതിന്റെ സ്റ്റേഷനറി അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലേ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ സെൻട്രലാണ് എന്ത് സപ്പോർട്ടീവ് സ്ട്രക്ചർ. നേരത്തെ കത്രിക കണ്ടു, കത്രിക എന്താണ്? ഫസ്റ്റ് ക്ലാസ് ലിവർ ആണ്. അപ്പം ഇത് വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിന്റെ ഫൾക്രം അല്ലെങ്കിൽ സ്റ്റേഷനറി പാർട്ട് എന്താണ്? പ്ലെയറിന്റെ സെന്ററിലാണ് വരുന്നത്. അപ്പം ഇതും എന്താണ്? ഫസ്റ്റ് ക്ലാസ് ലിവറിൽ വരും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, തേർഡ് നമ്മൾ ബാരൻ വീല് പറഞ്ഞു. ബാരൻ വീല് എന്താണ്? സെക്കൻഡ് ക്ലാസ് ലിവറിൽ വരുന്നതാണ്. ഇനി നമ്മൾ ഏറ്റവും പ്ലക്കർ ഏറ്റവും നോക്കുകയാണെങ്കിൽ ഫൾക്രം വരുന്നത് ഈ സൈഡിലാണ്. എന്താണ്? സപ്പോർട്ടിങ് സ്ട്രക്ചർ വരുന്നത് ഈ സൈഡിലാണ്. അതിന്റെ എഫക്റ്റ് വരുന്ന അല്ലെങ്കിൽ അതിന്റെ ലോഡ് വരുന്ന സൈഡ് ഇവിടെയും, അതിന്റെ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കൊടുക്കുന്ന സ്ഥലം അതിന്റെ മിഡിലാണ്. അങ്ങനെ എഫേർട്ട് കൊടുക്കുന്ന മിഡിൽ വരുന്നത് ഏതാണ്? എഫേർട്ട് മിഡിൽ കൊടുക്കുന്നത് തേർഡ് ക്ലാസ് ലിവറിലാണ്. അപ്പോൾ ഇതെന്താണ്? ദിസ് എ തേർഡ് ക്ലാസ് ലിവർ ആൻഡ് ദിസ് എ സെക്കൻഡ് ക്ലാസ് ലിവർ ആൻഡ് ദീസ് ടു ആർ ഫസ്റ്റ് ക്ലാസ് ലിവർ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സ് ഏതൊക്കെയാണെന്നല്ല ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സ് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അപ്പം ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 1ഉം 2ഉം ആണ് എന്ത് നമ്മളെ ഫസ്റ്റ് ക്ലാസ് ലിവർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ലുക്ക് അറ്റ് ദ ഫിഗർ. നമ്മളോട് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇറ്റ് ഷോസ് ലൂണാർ എക്ലിപ്സ് വെൻ വിൽ ബി ദ എർത്ത് ഇൻ, വേർ വിൽ ബി ദ എർത്ത് ഇൻ, അതായത് എവിടെയാണ് എർത്ത് ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. ലൂണാർ എക്ലിപ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? സണ്ണിന്റെയും മൂണിന്റെയും ഇടയിൽ എർത്ത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ സെൻട്രൽ പോർഷനിൽ എർത്ത് വരുമ്പോൾ എന്ത് ചെയ്യില്ല? മുകളിലേക്ക് വെളിച്ചെത്തില്ല. മുകളിലേക്ക് വെളിച്ചെത്തിയാലേ നമുക്ക് മൂണിന്റെ, അതായത് മുകളിലേക്ക് സണ്ണിന്റെ വെളിച്ചെത്തിയാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? മൂണിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ മൂണിനെ കാണാൻ പറ്റില്ലെങ്കിൽ എന്താണ്? മൂണിന്റെ സണ്ണിന്റെയും ഇടയിൽ ആരുണ്ടാവും? എർത്ത് ഉണ്ടാവും. അപ്പം ഈ ഒരു ഫിഗറിന് നമുക്ക് കാണാൻ പറ്റും. എ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സണ്ണായിട്ട് കാണാം. അതേപോലെ തന്നെ സി എന്താണ്? നമുക്ക് മൂണായിട്ട് കാണാം. ഡി എന്താണ്? അതിന്റെ ഷാഡോ റീജിയൻ ആണ്. ഇനി ബി എന്താണ്? ബി ആയിരിക്കും എന്ത്? നമ്മുടെ എർത്തായിട്ട് വരുന്നത്. എർത്തിലേക്ക് മാത്രമേ എന്തേ ഉള്ളൂ? സൺലൈറ്റ് കിട്ടുള്ളൂ. മൂണിലേക്ക് എന്തില്ല? മുകളിലേക്ക് എന്താണ്? സൺലൈറ്റ് എത്തണമെങ്കിൽ എന്ത് വേണം? അതിന്റെ കുറച്ച് മുകളിലേക്ക് വേണം അല്ലെ, എർത്തിന്റെ കുറച്ച് മുകളിലേക്ക് വരണം. പക്ഷെ ഇത് സെൻട്രൽ ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു പൊസിഷനിലായിരിക്കും എന്ത് നമ്മുടെ എർത്ത് ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് എന്താണ് കംപ്ലീറ്റ് ലൂണർ എക്ലിപ്സ് ഉണ്ടാവുന്നത്. നമ്മളെ ഓപ്ഷൻ ബി ആയിരിക്കും എന്ത് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലായിരിക്കും നമ്മുടെ എർത്ത് ഉണ്ടാവുക. കറക്റ്റ് സെൻട്രലായിരിക്കും നമ്മുടെ എർത്ത് ഉണ്ടാവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 3 different types of plants X, Y and Z were selected by scientists who want to document their methods of seed dispersal. അതായത് സീഡ് ഡിസ്പേഴ്സലിന്റെ ചോദ്യമാണ് തന്നിട്ടുള്ളത്. സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് അതിന്റെ ഫ്രൂട്ടിൽ നിന്ന് സീഡായിട്ട് വേറെ പല പല സ്ഥലത്തേക്ക് ഡിസ്പേഴ്സ് ആയി പോയിട്ട് സീഡ്ലിംഗ് ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? നടക്കണം. ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. ദ ഗ്രാഫ് ബിലോ ഷോ ദ approximate number of seedlings found at various distance around the parent plant. അതായത് പാരന്റ് പ്ലാന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെന്റ്. കുറെ സയന്റിസ്റ്റുകൾ ഒബ്സർവേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്പർ ഓഫ് സീഡ്ലിങ്സ്, അതായത് എക്സ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലാന്റ് എന്താണ്? എന്ന് പറഞ്ഞ പ്ലാന്റ് കുറെ ഡിസ്റ്റൻസിൽ പോയാലും എന്താണ്, കുറെ ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താണ് സീഡ്ലിങ്സിന്റെ എണ്ണവും കൂടുന്നുണ്ട് അല്ലെ. സീഡ്ലിങ്സ് നമ്പർ ഓഫ് സീഡ്ലിങ്സ് എന്താണ് കൂടുന്നുണ്ട് ഇവിടെ. അപ്പം അതെന്തായിരിക്കും? കുറെ ദൂരത്തേക്ക് സീഡ് ഡിസ്പേഴ്സ് ആയിട്ടുണ്ടാവും അല്ലെ. ഇനി നമ്മൾ വൈ എന്ന് പറഞ്ഞ കേസ് നോക്കുമ്പോൾ, വൈന്റെ കേസ് നോക്കുമ്പോൾ നമ്പർ ഓഫ് സീഡ്ലിങ്സ് എന്താണ്? സെയിം ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണ് എന്ത് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ വൈ എന്തായിരിക്കും? ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് നമുക്ക് കരുതാം അല്ലെ. ഇനി നമ്മൾ സെഡ് നോക്കുകയാണെങ്കിൽ എന്താണ്? സെഡ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ്, നമ്മുടെ ഡിസ്റ്റൻസ്
ഡിസ്റ്റൻസ് കൂടുന്തോറും കുറഞ്ഞ് അതായത് പ്ലാന്റിനോട്, അതായത് പാരന്റ് പ്ലാന്റിന്റെ തൊട്ടടുത്ത് മാത്രമേ എന്തുള്ളൂ സീഡ്ലിങ്സ് കാണുന്നുള്ളൂ. കുറച്ച് ദൂരത്തേക്ക് പോയാൽ എന്ത് കാണുന്നില്ല, അതിന്റെ സീഡ്ലിംഗ് കാണുന്നില്ല. അപ്പോൾ അവിടെ മാത്രം എന്ത് സംഭവിച്ചിട്ടുള്ളൂ, സീഡ് ഡിസ്പേഴ്സൽ നടന്നിട്ടുള്ളൂ. അപ്പോൾ സെഡ് എന്തായിരിക്കും, അവിടെ തൊട്ടടുത്ത് മാത്രം ഡിസ്പേഴ്സ് ചെയ്ത സീഡായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വിൻഡ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റിന്റെ സഹായത്തോടെ ഒരുപാട് ദൂരം സഞ്ചരിക്കില്ല. കാറ്റ് എത്രത്തോളം സ്പീഡ് അത്രത്തോളം ദൂരം സഞ്ചരിക്കും. അപ്പൊ മണ്ണ് എന്തായിരിക്കും, വിൻഡ് വരാനാണ് സാധ്യത. വിൻഡ് സീഡ് ഡിസ്പേഴ്സൽ എന്താണ്, ബൈ വിൻഡ്, ബൈ ദ ഹെൽപ്പ് ഓഫ് വിൻഡ് നടക്കുകയാണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കില്ല. അപ്പൊ എന്താണ് ഈ എക്സ് നടക്കാൻ സാധ്യത, എക്സിന്റെ പാരന്റ് പ്ലാന്റ് സീഡ്ലിങ് ഉണ്ടാവുക എന്തായിരിക്കും, വിൻഡ് ഡിസ്പേഴ്സൽ മാർഗത്തിലൂടെ ആയിരിക്കും എന്ത്, അതിന്റെ ആ മെത്തേഡിലൂടെ ആയിരിക്കും അതിന്റെ സീഡ് ഡിസ്പേഴ്സൽ നടന്നിട്ടുണ്ടാവും. ഇനി വൈ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഡിസ്പേഴ്സിങ് ഏജന്റ് ഉണ്ടാവും. ഏതെങ്കിലും ഏജന്റ് ഓഫ് ഡിസ്പേഴ്സൽ, നല്ലൊരു ഏജന്റ് ഓഫ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് ആനിമൽസ് തന്നെയാണ്. ആനിമൽസിലൂടെ ഡിസ്പേഴ്സ് ചെയ്യണമായിരിക്കും ഏറ്റവും എല്ലാ സ്ഥലത്തും ഈക്വലന്റ് ആയിട്ട് കാണും. അതായത് ആനിമൽസ് ഏത് സ്ഥലത്തിലൂടെ നടക്കുന്നോ അവിടെയൊക്കെ സീഡ് ഡിസ്പേഴ്സ് ആവും. അപ്പൊ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് തന്നെ കാണുള്ളൂ അവിടെ. അപ്പം നമുക്ക് ആനിമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ ആനിമൽ സീഡ് ഡിസ്പേഴ്സൽ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വൈനെ കാണാൻ പറ്റുക. ഇനി നമുക്ക് സെഡ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ സെഡ് നോക്കുകയാണെങ്കിൽ സെഡ് തൊട്ടടുത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ തൊട്ടടുത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രം എന്ത് സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ, സീഡ് ഡിസ്പേഴ്സൽ മാത്രമേ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ സീഡ് ഡിസ്പേഴ്സൽ അവിടെ മാത്രം സംഭവിക്കുന്ന ഒരു കേസ് നമുക്ക് നോക്കാം. നമ്മളൊരു പീ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ പീ പ്ലാന്റ് കുറെ കഴിഞ്ഞാൽ ഡ്രൈ ആവും അല്ലെ. ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സ്പ്ലോഡ് ആവും. എക്സ്പ്ലോഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ സീഡ് അല്ലെങ്കിൽ അതിന്റെ സീഡ് എന്ത് ചെയ്യും, മണ്ണിലേക്ക് വീഴും, അവിടുന്ന് ജെർമിനേറ്റ് ചെയ്യും. അങ്ങനെ നടക്കുന്ന സീഡ് ഡിസ്പേഴ്സലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മൾ വിളിക്കുന്ന എക്സ്പ്ലോഷൻ എന്നാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ എക്സ്പ്ലോഷൻ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും, എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ടാവും. ഡിസ്പേഴ്സൺ എന്തായിരിക്കും, അവിടെ നിന്ന് തന്നെ പൊട്ടിയതായിരിക്കും അല്ലെ. പാരന്റ് പ്ലാന്റിന്റെ അവിടെ നിന്ന് വീണിട്ട് അവിടെ നിന്ന് തന്നെ ഡ്രൈ ആയിട്ട് പൊട്ടിയതായിരിക്കും നമ്മൾ പറഞ്ഞ കേസ്, പീ പ്ലാന്റിന്റെ കേസ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, എക്സ്പ്ലോഷൻ ആയിരിക്കും. ഇത് ഇവിടെ സംഭവിക്കുക എന്തായിരിക്കും, എക്സ്പ്ലോഷൻ ആയിരിക്കും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ആനിമൽ ഡിസ്പേഴ്സൽ ആയിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, വൈയിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇനി എക്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വിൻഡ് ആയിരിക്കും അല്ലെ. അപ്പം വിൻഡ് ആനിമൽ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതിൽ തന്നിട്ടുണ്ടോ, യെസ് തന്നിട്ടുണ്ട്. സി ഓപ്ഷൻ ആണ് വിൻഡ്. ആദ്യത്തെ എന്തായിരിക്കും, വിൻഡ് എത്ര ദൂരം സഞ്ചരിക്കുന്നോ അത്രത്തോളം എന്ത് സംഭവിക്കും, അതിന്റെ സീഡ് ഡിസ്പേഴ്സൽ സംഭവിക്കും. രണ്ടാമത്തേത് എന്താണ്, ആനിമൽസ് ഏതൊക്കെ വഴിയിലൂടെ നടക്കുന്നു അവിടെയൊക്കെ സീഡ് ഡിസ്പേഴ്സൽ നടക്കും. എന്താണ്, ഏജന്റ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ആരായിരിക്കും, ആനിമൽസ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, സെഡ് എന്ന് പറയുന്നത് എക്സ്പ്ലോഷൻ ആണ് അല്ലെ. അവിടെ എവിടെയാണോ പാരന്റ് പ്ലാന്റ് ഉള്ളത് അവിടെ തന്നെ സീഡ് ഡിസ്പേഴ്സൽ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, എക്സ്പ്ലോഷൻ ടൈപ്പ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ആയിരിക്കും. ഇത്രയാണ് എന്താ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ, ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് തരത്തിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്ലാസ് 5 വേണ്ടിയിട്ടാണ്. ക്ലാസ് 5 വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പ് എക്സാംസ് വരുന്നുണ്ട്. ആ എക്സാംസിനൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ്, ഒരുപാട് എക്സാംസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നമ്മൾ ഈ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ വന്നത്. നമ്മൾ ഇനി മാത്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റി വരുന്നുണ്ട്, ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേ ട്യൂൺ ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിന് തീർച്ചയായും എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ കുറിച്ച് സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ബൈ.